സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട കുപ്പായം ധരിച്ചുകൊണ്ട് കടന്നുപോയ ഉമറാണ്. ഒരു ദിവസം പ്രിയപ്പെട്ട മകൻ വന്നിട്ട് അബ്ദുല്ലാഹിബ്നു ഉമർ വന്നിട്ട് വാപ്പയോട് പറയുന്നു, വാപ്പാ, നാളെ പെരുന്നാളിന്റെ ദിവസമാണ്, എല്ലാവരും പുത്തൻ വസ്ത്രം ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോവുകയാണ്. ആ സമയത്ത് എനിക്ക് ധരിക്കാൻ ഒരു വസ്ത്രമില്ല വാപ്പാ. 70 പ്രാവശ്യം കണ്ടം വെച്ച വസ്ത്രവുമായിട്ട് പ്രിയപ്പെട്ട മകൻ വരുമ്പോ ആ സമയത്ത് രാജാധികാരി, ആ സമയത്ത് രാജാവ് കത്തെഴുതി ഖജനാവിന്റെ സൂക്ഷിപ്പുകാരന് എന്റെ പ്രിയപ്പെട്ട മകൻ വരുന്നുണ്ട്, അവന് വസ്ത്രം വാങ്ങിക്കാൻ വേണ്ടി 4 ദിർഹം കടമായിട്ട് കൊടുക്കണം. അടുത്ത മാസത്തെ എന്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ തിരിച്ചു തന്നുകൊള്ളാം. കീറിപ്പറിഞ്ഞ വസ്ത്രമായിട്ട് പെരുന്നാളിന്റെ തലേ ദിവസം തന്റെ മകൻ ഒരു വസ്ത്രത്തിന് വേണ്ടി വരുമ്പോ ആ സമയത്ത് 4 ദിർഹം കൊടുത്തു വിടണേ, അടുത്ത മാസത്തെ എന്റെ ശമ്പളത്തിൽ നിന്ന് ഞാനത് തിരിച്ചടച്ചു കൊള്ളാമെന്ന് തന്റെ സേവകന് ഖജനാവ് സൂക്ഷിപ്പുകാരന് കത്തെഴുതി. ഖജനാവ് സൂക്ഷിപ്പുകാരന്റെ മകൻ കത്ത് കൊണ്ടുവന്ന് കൊടുക്കുമ്പോ ആ കത്ത് വായിച്ച് ഖജനാവ് സൂക്ഷിപ്പുകാരൻ പറഞ്ഞു, ഇല്ല, 4 ദിർഹം തരാൻ നിർവാഹമില്ല. കാരണം തിരിച്ചയാള് ഖജനാവ് സൂക്ഷിപ്പുകാരൻ തിരിച്ച് കത്തെഴുതുകയാണ് രാജ്യത്തിന്റെ ഖലീഫക്ക്, ഖലീഫ ഉമർ, നിങ്ങൾ പറഞ്ഞ ഈ അപേക്ഷ സ്വീകരിക്കാൻ നിവൃത്തിയില്ല. കാരണം 2 നിബന്ധനകൾ നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് മറ്റൊരാള് ജാമ്യം നിൽക്കാതെ പൈസ കൊടുക്കാൻ പാടില്ല. ഈ അപേക്ഷയുടെ കൂടെ ആരും ജാമ്യം നിന്നിട്ടില്ല. രണ്ടാമത്, അടുത്ത മാസം നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് തിരിച്ചടക്കാമെന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അടുത്ത മാസം വരെ ജീവിച്ചിരിക്കുമെന്ന് ഉമറേ നിനക്കെന്താ ഉറപ്പുള്ളത്? നിനക്കെന്ത് ഉറപ്പാ ഉള്ളത്? അതുകൊണ്ട് ഈ അപേക്ഷ സ്വീകരിക്കാൻ കഴിയില്ലെന്ന് തിരിച്ചയച്ചു ഉമർ റളിയല്ലാഹു അൻഹുവിന്. കേരള ഹൗസിൽ മന്ത്രി താമസിക്കാൻ പോയപ്പോ ചമ്മന്തിക്ക് ഉപ്പ് കുറഞ്ഞതിന്റെ പേര് പരിചാരകനെ പിരിച്ചുവിട്ട് നാട് ഭരിച്ച മുഖ്യമന്ത്രിമാരുടെ നാട്ടിലാണ് ഞാൻ ഈ സംഭവം പറയുന്നത്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു ആ കത്തും കയ്യിൽ പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞു പോയി. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ 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 അല്ലാഹുവേ, എനിക്ക് തെറ്റ് പറ്റിയാൽ തിരുത്താൻ കഴിയുന്ന ഈ അനുയായികൾ എനിക്ക് തന്ന റബ്ബേ, നിനക്കാണ് സർവസ്തുതി എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ മനുഷ്യനാരാ? ഒരു കാലത്ത് സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട കുപ്പായം ധരിച്ച് നടന്നവൻ. സ്വന്തം മകന് പിറ്റേ ദിവസം പെരുന്നാളിന് കുപ്പായം എടുക്കാൻ കഴിയുന്നില്ല. ചെറുപ്പക്കാരെ, നിങ്ങൾക്കറിയോ ആ സമയത്ത് ആഫ്രിക്ക മുതൽ മൊറോക്കോ മുതൽ സൈപ്രസ് വരെ ഈ മനുഷ്യന്റെ ഭരണത്തിന്റെ കീഴിലാണ്. ഈ കാര്യം സംഭവിക്കുമ്പോ മകനൊരു ഉടുപ്പെടുക്കാൻ കഴിയാതെ 4 ദിർഹമിന് രാജാവ് അപേക്ഷ കൊടുക്കുമ്പോ മൊറോക്കോ മുതൽ സൈപ്രസ് വരെ ആഫ്രിക്കൻ ഭൂഖണ്ഡമടക്കം അറേബ്യൻ ഭൂഖണ്ഡമടക്കം ഈ മനുഷ്യന്റെ കാൽ കീഴിലാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. സ്വന്തം മകന് പെരുന്നാളിന്റെ തലേന്ന് ഉടുപ്പില്ലാതെ 4 ദിർഹമിന് അപേക്ഷ കൊടുത്തു വിടുമ്പോ മന്ത്രിയുടെ അപേക്ഷ പഞ്ചായത്ത് മെമ്പർ തള്ളിയാൽ എങ്ങനെ ഇരിക്കും? പിന്നെ അവൻ ജീവിതത്തിൽ മെമ്പറാവൂ? തള്ളി. ആ സമയത്ത് മൊറോക്കോ മുതൽ സൈപ്രസ് വരെ ഈ മനുഷ്യന്റെ കയ്യിലാണ്. ചില്ലറയല്ല. ജിബ്രാൾട്ടർ കടലെടുക്ക് മുതൽ സൈപ്രസ് സൂയസ് കനാല് വരെ ആ സമയത്ത് ഈ മനുഷ്യന്റെ കൽക്കീഴിലാണ്. റളിയല്ലാഹു അൻഹു. പഠിക്കണം ഉമറിനെ റളിയല്ലാഹു തആല അൻഹു.